എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 2 ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ ഒരു സ്നാക്ക് 4 മണി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 4 ബ്രെഡ് വേണമെങ്കിൽ 4 ബ്രെഡ് എടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കുക. ഇത് ഞാനിപ്പം 3 ബ്രെഡാണ് എടുത്തേക്കുന്നത്. 3 ബ്രെഡ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുക്കണം, ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം ഒരു തുള്ളി ഒഴിച്ച് ബ്രെഡ് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം. ബ്രെഡ് ഒരു ചെറിയൊരു ബൗളിലോട്ട് എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. അതൊന്ന് കുതിരണം, ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇത് കണക്ക് നല്ലോണം പൊടിഞ്ഞു വരണം. നല്ലോണം വേഗം കുതിർന്ന് വന്നോളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതിടണം. അതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തിടണം. കണ്ടില്ലേ? ഇത് കണക്ക് നല്ലോണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ലേ, എളുപ്പം 4 മണിക്ക് നമുക്ക് പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കാം. ഒരു 4 ബ്രെഡോ അല്ലെങ്കിൽ 2 ബ്രെഡായാലും ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ചേർത്ത് ഇത് നല്ലോണം ഇങ്ങനെ, കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് സവാള, ഒരു സവാള കേട്ടോ, പച്ചമുളക് ഒരെണ്ണം, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, ഒരു ശകലം മുളക് പൊടി, ചിക്കൻ മസാല 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി കുരുമുളകും പെരിഞ്ജീരകവും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. മധുരമുള്ള ബ്രെഡ് ആയതുകൊണ്ട് ഇത്തിരി നല്ലോണം ഇരിക്കണം, അല്ലെങ്കിൽ മധുരം മുമ്പേ നിൽക്കും. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മധുരം ഇല്ലാത്ത ബ്രെഡ് മേടിച്ചാലും ശരിയാക്കാൻ പറ്റും. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. നല്ല രസമാണ് കഴിക്കാൻ. നമ്മൾ കട്ട്ലറ്റൊക്കെ കഴിക്കുന്ന കണക്ക് നല്ല ടേസ്റ്റായത്. ഒരു ബ്രെഡിൻ്റെ ആവശ്യം, ഒരു ചെറിയ ഉരുളൻകിഴങ്ങിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ഇങ്ങനെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇരിക്കട്ടെ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോ ചെറിയ ഉരുളകളാക്കണം. ഇനി ചെറിയ ഉരുളകളാക്കി ഇത് കണക്കാക്കിയിട്ട്, ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ റവ പൊടിക്കകത്ത് റവയും ശകല ഉപ്പും ഇത്തിരി മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതിങ്ങനെ മുക്കി വയ്ക്കണം. ഇപ്പം ഞാൻ ബ്രെഡ് ഉരുളൻകിഴങ്ങുമായിട്ടും എല്ലായിട്ടും മിക്സ് ചെയ്തത് നല്ലോണം റൗണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഹാർട്ടിൻ്റെ കണക്കാക്കാം, റൗണ്ടാക്കാം, പിന്നെ നമ്മളെ കടലറ്റിൻ്റെ കണക്ക് അങ്ങനെ ആക്കാം. ഇത് നമ്മളിപ്പം ഉരുട്ടിയെടുത്തിട്ട് ഈ കുറച്ച് റവയുടെ പൊടി, ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇത് പൊതിഞ്ഞ്
വെച്ചേക്കുകയാണ്. ഇപ്പോൾ 2 ബ്രെഡുമാണ് ഇത് നമ്മളെടുത്തേക്കുന്നത്. കണ്ടില്ലേ, 2 ബ്രെഡിന് നമുക്ക് വൈകിട്ട് 4 മണിക്ക് കഴിക്കാനുള്ള പലഹാരം. ഇത് തക്കാളി സോസും ചില്ലി സോസൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി തിളച്ച എണ്ണയിലോട്ട് ഇടണം. എണ്ണ നല്ലോണം തിളച്ച് കിടപ്പുണ്ട്. എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇത് ഓരോന്നും ഇടാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ കേട്ടോ. എണ്ണയിലോട്ട് ഇടേണ്ട തീർത്തും കുറച്ച് വേണം. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ തീർത്തും കുറച്ച് വെച്ചിട്ട് ഇത് ഓരോന്നും ഇടണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാ വെജിറ്റബിൾ ഉണ്ടായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ 9 എണ്ണവും നമുക്ക് ഒരു ട്രിപ്പായിട്ട് തന്നെ ഇടാം. എളുപ്പം ഇതാക്കിയെടുക്കാം. എളുപ്പം ചായയായിട്ട് പ്രകാരം കൊടുക്കാം. മസാലയൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് മസാല അധികമായിട്ട് ഇട്ട് ചെയ്യാം. കണ്ടില്ലേ, ബ്രെഡ് കൊണ്ട് നല്ല കിടില പലഹാരം, 4 മണി പലഹാരം ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇഞ്ചി, പെരിഞ്ജീരകം, കുരുമുളക്, സവാള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കറിവേപ്പില, മല്ലിയില, ഇത്രയും കൂടെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും ചേർത്ത് ബ്രെഡ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊഴിച്ചൊന്ന് കുതിർത്ത് അതിനകത്ത് ഉരുളൻകിഴങ്ങ് ഇട്ട് മിക്സ് ചെയ്ത് നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല തക്കാളി സോസും ചില്ലി സോസും ഒക്കെയായിട്ട് നമുക്ക് കഴിക്കാം. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. 4 മണിക്കും കഴിക്കാം, അല്ലാതെ നമുക്ക് രാവിലത്തെ കാപ്പിയോടോ പലഹാരം ഏത് സമയത്തും ഇതുണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടില്ലേ, പിന്നെ റവയ്ക്കകത്ത് മുക്കിയിടണം. നമ്മളെല്ലാവരും ബ്രെഡ് പൊടിക്കകത്തൊക്കെ അല്ലേ മുക്കിയിടുന്നത്. മുളക് എരിയൊക്കെ കൂടുതൽ വേണ്ടുന്നവർക്ക്, ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എരി കൂടുതൽ വേണ്ടുന്നവർക്ക് 2 പച്ചമുളകും മസാലയൊക്കെ അതിനനുസരിച്ച് എടുക്കാം. ശകലം ഉപ്പിട്ടാൽ മതി. കാരണം മധുരം ഉള്ള ബ്രെഡാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇടണം. മധുരം ഇല്ലാത്തതാണെങ്കിൽ നല്ലോണം ഉപ്പിടണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ബ്രെഡ് കട്ട്ലറ്റ് ഇവിടെ ശരിയായിട്ടുണ്ട്. അടിപൊളിയാണ് കഴിക്കാൻ. കുറച്ച് തക്കാളി സോസോ ചില്ലി സോസോ ഒക്കെ വെച്ച് അതിനകത്ത് മുക്കി ഇങ്ങനെ മുക്കിയാൽ കഴിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, ഒരു പാടുമില്ല. ഒരു 4 ബ്രെഡ് എടുത്ത് വെച്ചാൽ ഒരു പാത്രം നിറയെ നമുക്കുണ്ടാക്കാൻ പറ്റും. എല്ലാവരും നോക്കണം. ഇത് ഞാൻ ഇപ്പോൾ 2 ബ്രെഡ് വെച്ചാൽ 2 ബ്രെഡ് ഒരു ഉരുളൻകിഴങ്ങ് വെച്ചാൽ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമ്മൾ ബ്രെഡ് പൊടിക്ക് പകരം ഞാൻ റവയാണ് എടുത്തേക്കുന്നത്. നല്ല കരിമുര മുകളിലിരിക്കുകയും ചെയ്യും. അല്ലാതെ നല്ല സോഫ്റ്റുമാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു.